الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن مع العسر يسرا إن مع العسر يسرا അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം അവസരങ്ങളുടെ കൂമ്പാരമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതേപോലെ തന്നെ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റൊരു വൈകാരിക തലം പ്രയാസങ്ങളുടേതാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് നേരെ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്ത ആളുകൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടിപ്പോയിട്ടുള്ള ഹതഭാഗ്യരായ ആളുകൾ നമുക്കിടയിൽ എമ്പാടുമുണ്ട്. പ്രയാസങ്ങൾ മറികടക്കാൻ നേർമാർഗങ്ങൾ കണ്ടെത്താത്ത ആളുകൾ വളഞ്ഞ വഴികളും നിഷിദ്ധമായ മാർഗങ്ങളും അവലംബിക്കുന്ന ആളുകളും മനുഷ്യർക്കിടയിൽ കുറവല്ല. ഒരു ചെടിയുടെ വളർച്ചയിൽ നമുക്കറിയാവുന്നതുപോലെ അതിന് വെള്ളവും വളവും വെയിലും താങ്ങുമെല്ലാം ആവശ്യമാകുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളുടെയും സാഹചര്യങ്ങളുടെയും കൃത്യമായ ഉപയോഗമാണ്. വെള്ളം മാത്രമാകുമ്പോൾ ഒരു ചെടി അതിന്റെ വളർച്ചയിൽ മുരടിച്ചു പോകാൻ സാധ്യതയുള്ളതുപോലെ വെയില് മാത്രമായാൽ കരിഞ്ഞു വാടിപ്പോകാൻ സാധ്യതയുള്ളതുപോലെ എല്ലാം സമ്മിശ്രമായിട്ടുള്ള ഒരു അവസരമാണ് മനുഷ്യരുടെ ഈ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ സന്തോഷം മാത്രമേ അനുഭവിക്കാനുള്ളൂ, പ്രയാസങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുകയില്ല എന്നൊരാൾ തീരുമാനിക്കുക വയ്യ. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നാം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. 94-ാമത്തെ അധ്യായം സൂറ ശറഹിലെ 5-6 വചനങ്ങളാണ്. ആ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്ന വലിയൊരു ആശയമുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ഇന്ന മഅൽ ഉസ്രി യുസ്റ, വീണ്ടും പറയുകയാണ്, തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി രേഖപ്പെടുത്തിയത് നാം സദാ ഓർമ്മിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യസമാധാനവും പ്രതീക്ഷയും നൽകുന്നതാണ് ഖുർആനിലെ ഈ 2 ചെറിയ വചനങ്ങൾ. ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശ്വാസമുണ്ടാക്കണം, സമാധാനമുണ്ടാക്കണമെന്നാണ് മൗലവി സാഹിബ് നമ്മളോട് പറയുന്നത്. അവിടെ ഉസ്റിനെ സംബന്ധിച്ച് വിശദീകരിച്ചിടത്ത്
വിവരിച്ചിടത്ത് അള്ളാഹു അൽ എന്നുള്ള അവ്യയം ചേർത്തുകൊണ്ട് അൽ ഉസ്ർ എന്നും, എന്നാൽ എളുപ്പത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് യുസ്റിനെ അൽ ചേർക്കാതെയുമാണ് പറഞ്ഞിരിക്കുന്നത്. അറബി വ്യാകരണത്തിൽ ഈ പ്രയോഗങ്ങളെ മഅരിഫ എന്നും നക്കിറ എന്നുമാണ് പറയുക. പ്രത്യേകമായി ഒന്നിനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അത് മഅരിഫയും, പൊതുവായി പറയുമ്പോൾ നക്കിറ എന്നുമാണ് പറയുക. ഇപ്പൊ പ്രയാസങ്ങളെ പറ്റി പറഞ്ഞിടത്ത് അൽ എന്ന് പറഞ്ഞു, മഅരിഫയായി പറഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഒട്ടനവധി മാർഗങ്ങളിലൂടെയുള്ള വൈവിധ്യങ്ങളായ സൗകര്യങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന് ആ പ്രയാസത്തിന് പകരമായി ഒന്നിലധികം എളുപ്പങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. പതിവില്ലാതെ പ്രവാചകൻ ചിരിച്ചു. സ്വഹാബിമാർ എന്താണ് ആ ചിരിയുടെ കാരണമെന്നറിഞ്ഞപ്പോ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഈ 2 ഖുർആൻ വചനങ്ങൾ അവരെ കേൾപ്പിച്ചു. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. എന്താണ് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് പ്രവാചകൻ പറയാ, ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ. ഒരു ഞെരുക്കം ഒരിക്കലും 2 സൗകര്യത്തെ അതിജയിക്കുകയില്ല. സൗകര്യങ്ങളാണ് ജീവിതത്തിൽ എമ്പാടുമുള്ളത് എന്നൊരാശയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിന്റെ വിശദീകരണമായി തന്റെ അനുചരന്മാർക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, വഅലം, നിങ്ങൾ അറിയണം, അന്നൻ നസ്റ ഫിസ്സബ്ർ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക ക്ഷമയുടെ കൂടെയാണ്. വ അന്നൽ ഫറജ മഅൽ കർബി, അതേപോലെ തന്നെ ദുരിതത്തിന്റെ കൂടെയാണ് ആശ്വാസമുള്ളത്. വ അന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തിനോടൊപ്പം തന്നെയാണ് എളുപ്പവുമുള്ളത്. ഞെരുക്കത്തിന്റെ കൂടെയാണ് എളുപ്പവുമുള്ളത്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ പ്രയാസമെന്ന് വിചാരിക്കുന്ന പലരും ആത്യന്തികമായ വിശകലനത്തിൽ അത് പ്രയാസമല്ലാത്തതായി നമ്മുടെ അനുഭവത്തിൽ നമുക്ക് വരാറുണ്ട്. ചില വിവാഹങ്ങൾ നമ്മൾ തീരുമാനിച്ചു ഉറപ്പിച്ചതിന് ശേഷം യാതൊരു പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയമില്ലാതെ പെട്ടെന്ന് ഏകപക്ഷീയമായി ഉറപ്പിച്ച പാർട്ടി ഒഴിഞ്ഞു പോകാറുണ്ട്. എത്രയോ അനുഭവങ്ങളുണ്ട് അങ്ങനെ. അത്തരമൊരു ഘട്ടത്തിൽ മാനസികമായി നമ്മൾ വല്ലാതെ പ്രയാസപ്പെടാറുണ്ട്. പിന്നീട് ആ വ്യക്തിയെ സംബന്ധിച്ചും ആ കുടുംബങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള കൂടുതൽ അന്വേഷണങ്ങളിൽ അത്തരമൊരു ബന്ധം ഒഴിഞ്ഞുപോയത് നന്നായി എന്ന് നമ്മൾ ആശ്വാസം കൊള്ളാറുണ്ട്. ജീവിതത്തിൽ ചില വേർപാടുകൾ പോലും അങ്ങനെയാണ്. വല്ലാതെ പ്രയാസത്തിലൂടെ നീണ്ടുപോകുന്ന കുടുംബങ്ങൾ, കുടുംബനാഥൻ ചെല്ലുവിളിയില്ലാത്തവനും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാത്തവനും നിഷദ്ധങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവനുമായ ഒരു കുടുംബനാഥനുണ്ട് എന്ന് സങ്കല്പിക്കാം. അയാളുടെ ആ നുഖത്തിനുള്ളിൽ ഈ കുടുംബം വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വേർപിരിയുമ്പോ നമ്മൾ വിചാരിക്കും ഇനി ആ കുടുംബത്തിന് ആരുമില്ല. എന്നാൽ എത്രയോ ആളുകൾ ആ കുടുംബത്തിന് താങ്ങും തണലുമായി വർത്തിക്കാറുണ്ട്. ആരെങ്കിലും വേർപിരിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ പറയല്ല. ആത്യന്തികമായ ഇതേ വിശകലനങ്ങൾ പല കാര്യങ്ങളിലും പ്രിയപ്പെട്ട പലരുടെയും താങ്ങും തണലുമാണ് എന്ന് നമ്മൾ കരുതുന്ന പലരുടെയും ഒക്കെ വേർപാടിൽ പോലും മറ്റു പല നീക്കുപോക്കുകളും അള്ളാഹു അതിലൂടെ പിന്നീട് ഏർപ്പെടുത്തി തരാറുണ്ട്. ഒരാളുടെ അഭാവത്തിൽ അയാളെക്കാൾ ഭംഗിയായി ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതാണ് എന്ന് വിചാരിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ മോശമാണെന്ന് വിചാരിക്കുന്നതൊക്കെയും ആത്യന്തികമായ വിശകലനത്തിൽ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. യുദ്ധം വന്നാൽ ഞങ്ങൾ യുദ്ധത്തിന് പോകുമെന്ന് വീമ്പിളക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് യുദ്ധത്തിനുള്ള കൽപ്പന ഉണ്ടായത്. അപ്പോൾ അതുവരെ വലിയ താല്പര്യപൂർവ്വം പ്രകടിപ്പിച്ചിരുന്ന പലരും, വിശ്വാസമുറക്കാത്ത ആളുകൾ
ആ പ്രഖ്യാപനത്തെ, ആ കൽപ്പനയെ പ്രയാസമായി കണ്ടു. യുദ്ധത്തിന് പോകാതിരിക്കാൻ അവർ ചില ന്യായവാദങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് പറയണ്ടായി. അത്തരമൊരു ഘട്ടത്തിലാണ് ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 216-ാമത്തെ വചനം അവതരിക്കുന്നത്. അതിങ്ങനെയാണ്: വഅസാൻ തക്റഹു ഷൈഅൻ, നിങ്ങളൊരു കാര്യം വെറുക്കുന്നതുണ്ടാകാം, വഹുവ ഖൈറുൻ ലക്കും, അത് ആത്യന്തികമായി നിങ്ങൾക്ക് ഗുണകരമാകും. വഅസാൻ തുഹിബ്ബു ഷൈഅൻ, അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പലതും ഉണ്ടാകാം, വഹുവ ശർറുൻ ലക്കും, എന്നാൽ അതിന്റെ ആത്യന്തികമായ വിശകലനത്തിൽ അത് നിങ്ങൾക്ക് ഉപദ്രവകരമായിരിക്കും. വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നവരാണ്, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരുമാണ്. അള്ളാഹുവിനാണ് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. മനുഷ്യരായ നമ്മുടെ അറിവുകൾക്കൊക്കെയും വളരെ പരിമിതമാണുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളെ ആത്യന്തികമായി പ്രയാസമാണ് എന്ന് നമുക്ക് ധരിക്കാൻ പാടില്ലാത്തതാണ്. അതിലെന്തെങ്കിലുമൊക്കെ നന്മകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം പടച്ചവന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതൊരു പ്രയാസമായി ഒരാൾക്കും തോന്നാൻ പാടില്ല. ഇമാം ശിഹാബ് സുഹരി രേഖപ്പെടുത്തിയത് അൽ ജിഹാദു വാജിബുൻ അലാ കുല്ലി അഹദിൻ, മുസ്ലിമായ ഏതൊരു മനുഷ്യന്റെയും മേൽ നിർബന്ധമായ ബാധ്യതയാണ് ജിഹാദ് എന്നുള്ളത്. ആ ജിഹാദിനുള്ള നിർദ്ദേശം വന്നപ്പോ അത് പ്രയാസമായി കരുതിയ ആളുകൾ ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകളാണ്. യഥാർത്ഥ ഈമാൻ, വിശ്വാസം മനസ്സിൽ ഉറക്കാത്ത ആളുകളാണ്. എന്നാൽ പൂർവികരായ ആളുകളുടെ, പ്രവാചകന്മാരുടെ ഒക്കെയും ചരിത്രം നമുക്കറിയാം. എത്രയോ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെയാണ് അവർ ഇന്നലെകളിൽ അവരുടെ ജീവിതത്തെ കൊണ്ടുപോയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദും അവന്റെ പട്ടാളവും ഒരുക്കിയ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യങ്ങളെ എങ്ങനെയെങ്കിലും കവച്ചു വയ്ക്കുക എന്നൊരു വളഞ്ഞ വഴിയല്ല മഹാനായ ഖലീലുള്ള സ്വീകരിച്ചത്. അതിനെ നേരിടുക എന്നത് തന്നെയാണ്. മൂസാ നബി അലൈഹി സ്വലാം വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ജനിക്കുന്ന കുട്ടികളെയൊക്കെയും അറകൊല ചെയ്യപ്പെടുന്ന അത്യധികം നിഷ്ഠൂരമായ കൊടിയ പരീക്ഷണത്തിന്റെ നാളുകളിലാണ് മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. പക്ഷെ ആ പരീക്ഷണങ്ങളിൽ നിന്നും കൃത്യമായി വിജയിച്ചു പോയി എന്നുള്ളതാണ്. യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു എന്നതാണ്. അപ്പോഴും നിരാശയുടെ ലോകത്തേക്ക് പോകുന്നില്ല, ഒരു പ്രത്യാശയെ മുന്നിൽ കാണുകയാണ്. പ്രയാസങ്ങളുടെ കൂടെ തന്നെയാണ് എളുപ്പമെന്നത് ഈ സംഭവങ്ങളിലൂടെയൊക്കെയും നമുക്ക് പഠിക്കാവുന്നതാണ്. അവിടെ ഒന്നാമതായി ഉണ്ടാകേണ്ടത് അചഞ്ചലമായ വിശ്വാസമാണ്. മൂസാ നബി അലൈഹി സ്വലാമിയും അനുയായികളും പിന്നാലെ ഫിർഔനും അവന്റെ പട്ടാളവും മുന്നിൽ ചെങ്കടലുമാകുന്നൊരു ഘട്ടത്തിൽ അനുയായികൾ വിളിച്ചു പറഞ്ഞത് ഖുർആൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഫലമ്മാ തറഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ ഇതാ പിടിക്കപ്പെടാൻ പോവുകയാണ്. നിരാശയിൽ കുതിർന്ന വർത്തമാനങ്ങൾ, യഥാർത്ഥ വിശ്വാസം രൂഢമൂലമാകാത്ത ആളുകൾ അങ്ങനെ വിളിച്ചു പറയും. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ തൊട്ട് താഴെ രേഖപ്പെടുത്തിയത് കല്ല, അങ്ങനെയല്ല കാര്യം. ഇന്ന മഅിയ റബ്ബി സയഹ്ദി, എന്റെ രക്ഷിതാവ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും. ഏതു പ്രതിസന്ധിയിലും ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുമ്പോഴാണ്. പടച്ചവനിൽ നമ്മൾ തെന്നിമാറുമ്പോ, പടച്ചവന്റെ സ്ഥാനത്ത് പടപ്പുകളെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ ആ ആത്മവിശ്വാസം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അവിടെ നമ്മൾ കൈകാലിട്ടടിക്കും, ബേജാറായി പോകും. അചഞ്ചലമായ വിശ്വാസമുള്ള ആൾക്ക് ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടൊപ്പമാണ് അദ്ദേഹം സൗർ ഗുഹയിൽ. ഒരു വല്ലാത്ത പരീക്ഷണ ഘട്ടമാണ്. ബേജാറാകുന്നാണ് തന്റെ സ്നേഹിതൻ. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത് ഖുർആൻ രേഖപ്പെടുത്തി: ലാ തഹ്സൻ
ഇന്നല്ലാഹ മഅന, നീ ദുഃഖിക്കേണ്ടതില്ല, പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. മൂന്നാമനായി അള്ളാഹുവുള്ള രണ്ടാളുകളെ പറ്റി നീ എന്താണ് ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ മൂന്നാമൻ എന്ന് പറയുന്നത് തങ്ങളുടെ രക്ഷിതാവാണ്, തങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളത്. ഈ ഒരു വിചാരം ജീവിതത്തിൽ നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയാണെന്ന് വിചാരിക്കരുത്. അത്തരത്തിലുള്ള വിശ്വാസം ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 65-ാമത്തെ അധ്യായം സൂറ ത്വലാഖിലെ 4-ാമത്തെ വചനം, ആ വചനം അവസാനിപ്പിക്കുന്നത് വമൻ യത്തഖില്ലാഹ്, ആർ അല്ലാഹുവിൽ സൂക്ഷ്മത പാലിക്കുന്നുവോ, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന്റെ ഒരു ഭാഗം അള്ളാഹുവിലുള്ള ഈ സൂക്ഷ്മതയും കൃത്യമായ വിശ്വാസവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരാധനകൾ പ്രയാസമായി തീരുന്ന സന്ദർഭങ്ങളുണ്ട്. എന്താണ് അതിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ, അള്ളാഹു എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി അറിയാത്ത ആളുകൾക്കൊക്കെയും ആരാധനകൾ പ്രയാസമായി തീരാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രവാചകനും ആരാധനകളും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയൊക്കെയും ഈ എളുപ്പത്തെ നമുക്ക് കാണാൻ കഴിയും. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് പ്രവാചകനിൽ നിന്ന്. പ്രവാചകൻ പറഞ്ഞതായി, വജുഇലത്ത് ഖുറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണുകൾക്ക് കുളിർമയുണ്ടാകുന്നത് നമസ്കാരത്തിലാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു നമസ്കാരം നമസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും നമ്മിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആലോചിച്ച് നോക്കണം. ഒരു ബേജാറും ഒരു തല്ലിപ്പടയലുമല്ല, നമസ്കാരം ഒരു ആശ്വാസമായി, കണ്ണുകൾക്ക് കുളിർമയുള്ളതായി പ്രവാചകൻ അനുഭവപ്പെടുകയാണ്. ആ അനുഭവം തൻ്റെ കൂട്ടുകാരോട്, അനുചരരോട് പ്രവാചകൻ പങ്കുവയ്ക്കുകയാണ്. നമസ്കാരത്തിന് സമയമാകുമ്പോ ബാങ്ക് വിളിക്കാൻ ബിലാലിനോട് പ്രവാചകൻ പറയാം, ഞങ്ങൾക്ക് ആശ്വാസം പകരുക ബിലാലെ, ബാങ്ക് വിളിക്കുക എന്ന് പറയാൻ പകരം ഞങ്ങൾക്ക് ആശ്വാസം പകരുക. ബാങ്ക് കേൾക്കുന്നത് പോലും ഒരു ആശ്വാസമായി പ്രവാചകനും അവിടുത്തെ അനുചരന്മാർക്കും തോന്നിയെങ്കിൽ ഈ ആരാധന അവരുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഭൂതിദായകമാണ്, എത്രമാത്രം സന്തോഷമാണ് പ്രദാനം ചെയ്യുന്നത്. നോമ്പിനെ പറ്റി വിവരിക്കുന്നിടത്ത് ഖുർആൻ രേഖപ്പെടുത്തിയത് 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 185-ാമത്തെ വചനത്തിന്റെ ഒടുവിൽ അള്ളാഹു പറയുന്നത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, പടച്ചവൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹ് നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. നോമ്പിന്റെ കടമകളും കൽപ്പനകളും ഒക്കെ പറഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത്. ഒപ്പം നോമ്പിലുള്ള ഇളവുകൾ പറയുന്നിടത്ത്, യാത്രക്കാരനും രോഗിയുമായിട്ടുള്ള ആളുകൾ മറ്റ് സന്ദർഭങ്ങളിൽ പഠിച്ചു വീട്ടിയാൽ മതി എന്ന് പറയുന്നിടത്ത് അള്ളാഹു ആരാധനയിലെ ആ ലഘുത്വം അല്ലെങ്കിൽ അതിന്റെ ആശ്വാസമായ അവസ്ഥയെപ്പറ്റി അറിയിക്കുകയാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, പടച്ചവൻ നിങ്ങളെ കഷ്ടപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത്, എളുപ്പമുണ്ടാക്കി തരാൻ. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഉദ്ദേശമല്ല എന്നതാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ നിസാഇന്റെ 28-ാമത്തെ വചനം, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ലഈഫ. യുരീദുല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കണം കേട്ടോ, അൻ യുഖഫിഫ അൻകും, നിങ്ങൾക്ക് കാര്യങ്ങൾ ലഘൂകരിച്ചു തരാൻ, ഭാരം കുറച്ചു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വച്ചാൽ വഖുലിഖൽ ഇൻസാനു ലഈഫ, ദുർബലമായ അവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. മനുഷ്യന്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിന് നന്നായി അറിയാം. എന്നെയും നിങ്ങളെയും പറ്റിയൊക്കെ നന്നായിട്ട് അറിയുക അള്ളാഹുവിനാണ്. അതുകൊണ്ട് പടച്ചോൻ പറയാം, നിങ്ങൾക്ക് ഭാരം ഉണ്ടാക്കുന്നില്ല, ലഘൂകരിച്ചു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. ദാനത്തെ പറ്റി പറഞ്ഞിടത്ത് 2/4 ചെലവഴിക്കുന്നിടത്താണല്ലോ നമ്മുടെ ഹൃദയമൊക്കെ പൊട്ടി നമുക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ആയിപ്പോവുക. അവിടെ നമ്മൾ കളവ് പറയും, സ്ഥലത്തില്ല എന്ന് പറയും, വിളിച്ചു ചോദിച്ചാൽ പറയും നമുക്കിപ്പോ സമയമില്ല എന്ന് പറയും. അങ്ങനെ എന്തൊക്കെ പറയും. ഒരാൾ കൊണ്ടുവന്ന അയാളുടെ രസീറ്റ് പരിശോധിച്ച് നോക്കും. എന്നിട്ട് അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ആരാണോ എഴുതിയത് അതിന്റെ തൊട്ട് താഴെ എഴുതി ഞാൻ എന്റെ കടമ നിർവഹിച്ചതായിട്ട് പറയും. ഇതെന്റെ പരമാവധിയാണ് എന്ന് ഞാൻ പറയുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക.
ദാനത്തെ പറ്റി പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞത് ശ്രദ്ധേയമാണ്. 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 65-ാമത്തെ അധ്യായം സൂറ ത്വലാഖിലെ 7-ാമത്തെ വചനം, ഫൽയുൻഫിക് മിമ്മാ ആതാഹുല്ലാഹ്. ഫൽയുൻഫിക്, നിങ്ങൾ ചെലവഴിക്കുക, മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയത്. പടച്ചവൻ നൽകിയതാണ് നിങ്ങളുടെ പക്കലുള്ളത്. എൻ്റെ പോക്കറ്റിലും എൻ്റെ കയ്യിലുമുള്ളത് എൻ്റെ സാമർഥ്യമല്ല. അങ്ങനെ സാമർഥ്യമാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ നിന്ന് നാട് നീങ്ങിപ്പോയിട്ടുണ്ട്. കാറൂൻ മുതലാളി എങ്ങനെയാണ് പറഞ്ഞത്? ഇന്നമാ ഊതീതു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ അറിവും കഴിവും കൊണ്ട് ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതാണ് ഇതെന്ന് പറഞ്ഞ കാറൂനെയും അവന്റെ കൊട്ടാര സദൃശ്യമായ വീടിനെയും അള്ളാഹു ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞുവെന്നും ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിചാരം വേണ്ടതില്ല. അള്ളാഹ് നൽകിയതാണ് നിങ്ങളുടെ പക്കലുള്ളത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ. അള്ളാഹു നൽകിയതല്ലാത്തൊരു കാര്യവും നിങ്ങളോട് അവൻ കൽപ്പിക്കുന്നില്ല. സയജ്അലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റ, ഞെരുക്കത്തിന് ശേഷമാണ് അള്ളാഹു എളുപ്പം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ചെലവഴിക്കാൻ പറയുന്നിടത്തും മാനസികമായി നമ്മളുടെ ചിന്തയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ അള്ളാഹു കൃത്യപ്പെടുത്തുകയാണ്. റബ്ബ് തന്നതാണ് നിങ്ങളുടെ പക്കലുള്ളത്, അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞെടുത്ത് നിങ്ങൾ കൊടുക്കുക. അവിടെ യാതൊരു മനോവൈകാരികമായൊരു തലമോ പ്രയാസമോ നിരാശയോ ബേജാറോ വിഷമമോ ഒന്നും ഉണ്ടാകേണ്ടതില്ല. അവിടെയാണ് ഒരു വിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. മതം എന്ന് പറയുന്നത് എളുപ്പമാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയാം, ഇന്ന ദീന യുസ്ർ, ഈ ദീൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. വലൻ യുഷാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ആരെങ്കിലും ഈ ദീനിനെ കുടുസമാക്കാൻ ഉദ്ദേശിച്ചാൽ, എളുപ്പമുള്ളതിനെ വലിയ പ്രയാസമായി ആക്കാൻ ഉദ്ദേശിച്ചാൽ ദീൻ അവനെ പരാജയപ്പെടുത്തും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സന്ദർഭത്തിലും വെള്ളം കിട്ടാത്ത സന്ദർഭത്തിലും മണ്ണ് ഉപയോഗിച്ച് തയമം ചെയ്യാം. ആ മണ്ണ് എവിടെ നിന്നെടുക്കണം? മണ്ണാണ് ചുറ്റുമുള്ളത്. ശുദ്ധമായ പ്രതലമൊക്കെയും തയമമിന് പറ്റിയതാണ്. പക്ഷേ പൂർവികരായ ആളുകൾ തെറ്റിദ്ധരിച്ചവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? കിണർ കുഴിക്കുന്നിടത്ത് ഏറ്റവും അടിയിൽ ആരും ഒരു ജീവിയും സ്പർശിക്കാത്ത വെള്ള നല്ല നേർമയുള്ള മണ്ണ്, ആ മണ്ണിങ്ങനെ അരിച്ചെടുത്ത് നമ്മുടെയൊക്കെ വീടിൽ പൊതിഞ്ഞ് ആ ഉത്തരത്തിന്റെ അവിടെ വച്ചിരുന്നു. എന്തെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞാൽ അന്ന് വരേണ്ട സമയത്ത് ഈ മണ്ണന്വേഷിച്ച് പോകണ്ട, വേഗം എളുപ്പത്തിൽ തയമം ചെയ്യാം. ഇത് ആരാ പറഞ്ഞുണ്ടാക്കിയത്? ഇതിങ്ങനെ നമ്മളെ തെറ്റായി പഠിപ്പിച്ചതാണ്. അറുത്തു ഭക്ഷിക്കാൻ പറഞ്ഞു. ആരറുക്കണം? ഗുരുവിന് ആശ്വാസം നൽകുന്ന രീതിയിൽ വിശ്വാസികൾ അഹ്ലുൽ കിതാബുകാർ പോലും അറുത്താൽ തിന്നാമെന്നതാണ് മതത്തിലെ നിയമം. അത്രയും എളുപ്പമാണ് ദീൻ. പക്ഷെ നമ്മൾ അറക്കണമെങ്കിൽ പള്ളിയിലെ മൊല്ലാക്ക തന്നെ വരണം, ബാങ്ക് വിളിക്കുന്ന ആൾ വരണം. ബാങ്ക് വിളിയും അറിവും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ കൊണ്ടു നടന്നതൊക്കെയും പ്രയാസകരമായൊരു സാഹചര്യവും ഒരു നടപടി രീതിയും ഒക്കെ ആയിരുന്നുവെങ്കിൽ മതവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് തയമം ചെയ്യണമെന്ന് തോന്നുന്നവൻ അവന്റെ മുമ്പിലുള്ള ശുദ്ധമായ പ്രതലത്തിൽ കൈയടിച്ചുകൊണ്ട് അവൻ തയമം ചെയ്യണം. ഇനി കുളിക്ക് പകരമുള്ള തയമമാണെങ്കിലോ അതും അതേപോലെ മതി. മതം ഇത്രയും വളരെ എളുപ്പമായ രീതിയിൽ പറഞ്ഞപ്പോൾ പൗരോഹിത്യം അതിനെ കുടുസാക്കി കളഞ്ഞു. എന്തിനു വേണ്ടി? ആളുകൾ പുരോഹിതന്മാരെ സമീപിക്കാൻ വേണ്ടി. നമ്മൾ പാമരന്മാരാണ്. അതുകൊണ്ട് എന്തു കാര്യത്തിനും പുരോഹിതനെ സമീപിച്ച് പുരോഹിതൻ നിർദ്ദേശിക്കുന്നത് സ്വീകരിക്കുക. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി മതത്തെ കുടുസാക്കി കളഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ മതത്തെ പ്രയാസമുള്ളതാക്കിയാൽ മതം അവനെ പരാജയപ്പെടുത്തി കളയും. ഹൗദിൽ നിന്ന് ഒതുകൊടുക്കുന്ന ചില ആളുകൾ ഏറ്റവും അടിയിൽ പോയിട്ടാണ് ഒതുകൊടുക്കുക. അവരൊരു തോർത്തും കൊണ്ടുവെക്കണമെങ്കിൽ മുങ്ങിപ്പോയി ഒതുകൊടുക്കും തോന്നിപ്പോകും. അതേ രീതിയിലാണ് അവർ ഒതുകൊടുക്കുക. വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു സംഗതിയെ പ്രയാസാക്കൾ. നമസ്കരിക്കാൻ നിന്ന ചിലർക്ക് നെയ്യത്ത് അങ്ങോട്ട് ഉറക്കണില്ല. അത് 2-3 വട്ടം ഇങ്ങനെ ആഞ്ഞതിനു ശേഷമൊക്കെയാണ് നെയ്യത്ത് ശരിയാവുന്നുള്ളത്. ഈ വസ്വാസുകൾക്കൊന്നും മതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ദീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയാസകരമായ ജീവിതത്തിനിടയിലൂടെ
കൊണ്ടു നടക്കാൻ പറ്റുന്ന എളുപ്പമായ സംഗതികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവര് പറഞ്ഞു, മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുക്കുമായിരുന്നു, ബൈനൽ അംറൈനി ഇല്ലാ അഖദ ഐസറഹുമാ മാ ലം യകുൻ ഇസ്മൻ. രണ്ട് സംഗതികൾ പ്രവാചകന്റെ മുന്നിൽ വന്നാൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളത് പ്രവാചകൻ തിരഞ്ഞെടുക്കും. പ്രവാചകന്റെ ഒരു നടപടി രീതിയാണത്. പ്രയാസങ്ങളുടെ പിന്നാലെ പോകലല്ല, ഏറ്റവും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കും. അത് പാപമല്ലാത്തതാണ് എങ്കിൽ. പാപമാണെങ്കിൽ പ്രവാചകൻ അത് തിരഞ്ഞെടുക്കില്ല. അതാണ് പ്രവാചകന്റെ രീതി. അപ്പോൾ മതത്തിൽ എളുപ്പമുള്ള സംഗതികൾക്കാണ് പ്രയോറിറ്റി, മുൻഗണന എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ എളുപ്പമാണ് മതം എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുമുണ്ട്. ഇനി റുഹ്സുകൾ, ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ, അള്ളാഹു ഒരുപാട് ഇളവുകൾ നൽകുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നിന്ന് നമസ്കരിക്കാൻ പറ്റാത്തവർ ഇരുന്നും നമസ്കരിക്കാൻ പറ്റാത്തവർ കിടന്നും ഒക്കെ നമസ്കരിക്കാം. ദീർഘദൂര യാത്രയിലാണ് എങ്കിൽ 2 സമയത്ത് നമസ്കാരങ്ങൾ ഒരു സമയത്താക്കാം. അതേപോലെ തന്നെ 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന ഇളവുകളാണ്. ആ ഇളവുകൾ സ്വീകരിക്കുന്നതിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുഅ്ത റുഖ്സഹു. പടച്ചവൻ നിങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെ സ്വീകരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. നമ്മളെ ഹജ്ജില് ദുൽഹജ്ജ് 8 മുതൽ നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ്. ദുൽഹജ്ജ് 8 മിനയിലാണ് നമ്മൾ. പക്ഷെ ഓരോ സമയത്തെയും നമസ്കാരം പോയി നമ്മൾ എന്ത് ചെയ്യുന്നു, അതതിന്റെ സമയത്ത് നമ്മൾ കസറാക്കി നിർവഹിച്ചു പോരുന്നു. ഒരുപാട് സമയമല്ലേ, എന്തിനപ്പോ കസറാക്കുന്നത്? അതുകൊണ്ട് ഞാൻ കസറൊന്നും ആക്കണില്ല, ഞാൻ 4 തന്നെ ഒരാളെ നിസ്കരിക്കുന്നു പറഞ്ഞാലോ ധിക്കാരമാണത്. ഈ ആനുകൂല്യങ്ങളെ സ്വീകരിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം. അത് ഏതുപോലെയാണെന്ന് അറിയാമോ? കമാ യക്റഹു അൻ തുഅ്ത മഅസിയതുഹു. നിഷിദ്ധമായ കാരണങ്ങൾ, അനുസരണക്കേടുകൾ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ നാഥന് വെറുപ്പുള്ളതുപോലെ അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമുണ്ടാകും. എപ്പോ? ആനുകൂല്യങ്ങൾ സ്വീകരിക്കുമ്പോ. അപ്പോൾ യാത്രയിൽ ഒരാള് കസറാക്കി നമസ്കരിക്കാനുള്ള അവസരം ഉണ്ടായി, പക്ഷെ മൂപ്പര് ചെയ്യണില്ല, ഞാനിങ്ങനെ കസറൊന്നും ആക്കണില്ല, അത് 4 തന്നെ എന്ന് പറയുമ്പോ അള്ളാഹ്ക്ക് ഇഷ്ടം കൂടല്ല, ഇഷ്ടം കുറയ ചെയ്യാം. ആ ഒരു വിചാരം ദീനിന്റെ സംഗതികളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മതത്തെ നമ്മൾ പൂർണ്ണമായി പറയുമ്പോൾ ഈ പ്രയാസങ്ങളുടെ കൂടെയൊക്കെയും അള്ളാഹു എളുപ്പം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസമുണ്ടായിരിക്കണമെന്നതാണ്. പടച്ചവനിൽ ഭരമേൽപ്പിക്കുക എന്നതാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരാൾക്ക് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, അവന് പടച്ചവൻ തന്നെ മതിയെന്നാണ്. അവന്റെ പ്രശ്നങ്ങളിൽ, അവന്റെ പ്രയാസങ്ങളിൽ പോംവഴി നിശ്ചയിക്കാൻ അള്ളാഹുവിന് സാധിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലൗ അന്നക്കും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി. പടച്ചവനിൽ ഭരമേൽപ്പിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് എങ്കിൽ ലറസക്തും കമാ യർസുഖു തൈറ, പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്കും ഉപജീവനം നൽകും. തഹുദു ഹിമാസൻ വതറൂഹു ബിത്താന, പകലിൽ അവ ഒട്ടിയ വയറുമായി കൂടുവിട്ടു പോവുകയും വൈകുന്നേരങ്ങളിൽ നിറവയറുമായി അവർ കൂടുകളിലേക്ക് കൂടണയുകയും ചെയ്യുന്നു. അതുപോലെ മുറപ്രകാരം നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അള്ളാഹു പോംവഴി ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. അതുപോലെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരാവലാതിയുമില്ലാതെ ക്ഷമ അവലംബിക്കാൻ കഴിയണമെന്നുള്ളതാണ്. അസ്സബറുൻ ജമീലുൻ ഫസ്ബിർ സബറൻ ജമീല, ഖുർആനിലെ 70-ാമത്തെ അധ്യായം സൂറ മആരിജിലെ 5-ാമത്തെ വചനം. ഭംഗിയായി ക്ഷമിക്കുക എന്നതാണ്. പ്രയാസങ്ങളിൽ പൊറുതികേട് കാണിക്കാതെ, ബേജാറ് കാണിക്കാതെ
അള്ളാഹുവിൽ അചഞ്ചലമായി ശ്രമിക്കുക. നോക്കൂ നിങ്ങൾ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയെ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. 38-ാമത്തെ അധ്യായം സൂറ സ്വാദിലെ 44-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ വജദ്നാഹു സാബിറ, അദ്ദേഹത്തെ നല്ല ക്ഷമാലുക്കളിൽ ഞാൻ കണ്ടു, ക്ഷമാലുവായി കണ്ടു. ദീർഘമായ വർഷങ്ങളോളം രോഗശയ്യയിലായി കിടക്കുമ്പോഴും തന്റെ നാഥന് ഇഷ്ടപ്പെടാത്തൊരു വാക്കുപോലും മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ വാക്ക് ഖുർആൻ രേഖപ്പെടുത്തി. 21-ാമത്തെ അധ്യായം സൂറ അംബിയയിലെ 83-ാമത്തെ വചനം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹി സ്വലാം തന്റെ രക്ഷിതാവിനെ വിളിച്ച സന്ദർഭം, അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ, എന്നെ ഇതാ കഷ്ടപ്പാടുകൾ ബാധിച്ചിരിക്കുന്നു. ആ പറയുന്ന സന്ദർഭം എന്താണ്? ബന്ധുമിത്രാദികളൊക്കെയും വിട്ടേച്ചുപോയി താനും തന്റെ പത്നിയും മാത്രമായി തീരുന്ന അതിദാരുണമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയാം, എന്നെ കഷ്ടപ്പാടുകൾ ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, നീയാകട്ടെ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്ന് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചതായി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. ആ ക്ഷമയുടെ പിൻഗാമികളായി നമ്മൾ മാറേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളിൽപ്പെട്ട ഉമ്മു അഅല എന്ന് പറയുന്ന സഹോദരിയുടെ രോഗം കാണാൻ പ്രവാചകൻ പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, അബ്ശിരി യാ ഉമ്മു അഅല, ഉമ്മു അഅല നീ സന്തോഷിച്ചുകൊള്ളൂ, ഫഇന്നൽ മറദൽ മുസ്ലിമ യദ്ഹബുല്ലാഹു ബിഹി ഹത്താ യാഹു, ഒരു മുസ്ലിമിന് രോഗിയായാൽ അവനിൽ നിന്നുള്ള പാപങ്ങൾ അല്ലാഹു അതിലൂടെ കഴുകിക്കളയും. കമാ തുദ്ഹബുൻ നാറ ഹബസ ദഹബ വൽ ഫില്ല, സ്വർണത്തിലും വെള്ളിയും ഒക്കെ ഒരുക്കി മാലിന്യങ്ങൾ നീക്കുന്നത് പോലെ ഒരു വിശ്വാസിക്ക് രോഗമായാൽ അവന്റെ പാപങ്ങൾ പുറത്തുപോകുമെന്നുള്ളത്. ആ രീതിയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രത്യാശയുള്ളവരായി, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവരായി ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിന്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികൾ അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹമാണ്. മക്കൾ എന്ന് പറയുന്നത് ഇഹലോകത്തും പരലോകത്തും നമുക്ക് മുതൽക്കൂട്ടായിരിക്കണം. ഒരു വലിയ അസറ്റ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ആ അസറ്റിനോട് നമ്മൾ കാണിക്കുന്ന പ്രതിപത്തി, അതിന്റെ വിഷയത്തിൽ കാണിക്കുന്ന താല്പര്യം, ആ താല്പര്യമൊക്കെയും കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകണം. വലിയ സംഖ്യ മുടക്കി ചെലവ് ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് കച്ചവടത്തിൽ സംഭവിക്കാനിരിക്കുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച് വളരെ ബർഡനായിരിക്കും അവർ എന്നതുപോലെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകണം. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, അള്ളാഹു നിങ്ങൾക്ക് നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്നതും, വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദത്തൻ, നിങ്ങൾക്ക് അവരിലൂടെ മക്കളുണ്ടാക്കി എന്നതും പൗത്രന്മാരെ ഉണ്ടാക്കി തന്നു എന്നുള്ളതും, വറസഖക്കും മിനത് ത്വയ്യിബാത്തി, അതേപോലെ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് നൽകി എന്നുള്ളതും. ഇതൊക്കെ നൽകിയ അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, എന്നിട്ട് നിങ്ങൾ നിരർത്ഥകമായതിൽ വിശ്വസിക്കുകയാണോ? വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ നിഷേധിച്ചു കളയുകയാണ് എന്ന് ഖുർആനിലെ 16-ാമത്തെ അധ്യായത്തിലെ 72-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയും പടച്ചവന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ യഥാവിധി സൂക്ഷിക്കേണ്ട മര്യാദയിൽ കരുതലോടുകൂടി സൂക്ഷിക്കുക എന്നതാണ്. മക്കളെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ നവംബർ 14 എല്ലാ സ്ഥലത്തും നമ്മൾ ശിശുദിനം എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായി ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ഒരു വിശ്വാസി എന്ന നിലയിൽ ഇത്തരം ദിനങ്ങളൊക്കെയും ഏതെങ്കിലും ഒരു വ്യക്തിയെ ആസ്പദമാക്കിയിട്ടാണെങ്കിൽ പോലും അതിലെ ആശയങ്ങൾ നമ്മൾ മറന്നുപോകരുത്. നമ്മുടെ മക്കൾ നമുക്ക് ഇന്നും നാളെയും ഒക്കെ ഉപകാരത്തിലാകുമോ എന്നൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണം. സാധാരണഗതിയിൽ എല്ലാ വഅലുകളിലും നമ്മൾ പറയല്
മാതാപിതാക്കളോടുള്ള കടമകളെ സംബന്ധിച്ച് നോക്കൂ നിങ്ങൾ. പ്രവാചകനോട് ചോദിക്കുകയാണ് സ്വഹാബിമാർ, യാ റസൂലല്ലാഹ് ഖദ് അലിംനാ ഹഖ്കുൽ വാലിദ്, മാതാപിതാക്കളോടുള്ള കടമകൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഫമാ ഹഖ്കുൽ വലദ്, എന്നാൽ കുട്ടികളോടുള്ള, എന്റെ മകനോടുള്ള എന്റെ ബാധ്യത എന്താണ്? റസൂലിനോട് അവർ ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അൻ യുഹസിന ഇസ്മഹു വ യുഹസിൻ അദബഹു, നല്ല പേര് വിളിക്കണം, നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. മര്യാദയും ചേലും വിളിയും ഒക്കെ ഉള്ളവനായി, വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്നവനായി, അദബും മര്യാദയും ഉള്ളവനായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ അതിന് കൃത്യമായ അവബോധമുള്ളവരായി ആ നിലയിൽ വളർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമൊക്കെയും കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസകരമായിട്ടുള്ള, അപകടകരമായിട്ടുള്ള വാർത്തകളാണ്. അത്തരം സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ റസൂല് ഈ ഉപദേശങ്ങൾ പറയുന്നിടത്ത് പെൺമക്കളെ സംബന്ധിച്ച് പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറയുകയുണ്ടായി. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൻ ആല സലാസ ബനാത്തിൻ, ഒരാൾക്ക് 3 പെൺമക്കൾ ഉണ്ടായി. ഫഅദ്ദബഹുന്ന, ആ പെൺമക്കളെ അദ്ദേഹം മര്യാദകൾ പഠിപ്പിച്ചു. വസവ്വജഹുന്ന, എന്നിട്ട് ആ മക്കളെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു. വഅഹ്സന ഇലൈഹിന്ന, ആ മക്കളോട് ഏറ്റവും മര്യാദപരമായിട്ട് അദ്ദേഹം പെരുമാറിയെങ്കിൽ ഫലഹുൽ ജന്ന, ആ മക്കൾ വഴിയായി ആ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പെൺമക്കളല്ലേ എല്ലാം നശിച്ചു ആകെ പോയി എന്ന് തലയിൽ കയ്യേറ്റി കരയാനല്ല പറയുന്നത്, അതൊരു വലിയ അസറ്റാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമതായി വേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ പള്ളിയിൽ വരുമ്പോ നിങ്ങളുടെ കുട്ടികൾ എവിടെയാണ് എന്നുള്ളത്. സ്കൂളിലും കോളേജിലും പോയ കുട്ടികളെ പറ്റിയല്ല പറയുന്നത്. അവര് ഫ്രീ ആയിരിക്കുമ്പോഴും നിങ്ങളോടൊപ്പം പള്ളിയിലുണ്ടോ? സുബഹയിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ ആ സഫിൽ അല്ലെങ്കിൽ അടുത്ത സഫിൽ എന്റെ മകനുണ്ട് എന്നെനിക്ക് ആശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്ത് ത്വാഹയിലെ 132-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയാം, വഅ്മുർ അഹ്ലക ബിസ്സലാ, നമസ്കാരത്തെ പറ്റി നീ നിന്റെ കുടുംബത്തോട് ഉപദേശിക്കുക, കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, ഒരു തവണയോ 2 തവണയോ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല. അവരത് നിർവഹിക്കുന്നത് വരെയും കൃത്യമായി അവർ ചെയ്യുന്നത് വരെയും നീ അവരിൽ ക്ഷമയുള്ളവനാകണം. ഈ രീതിയിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുള്ള എല്ലാ മര്യാദകളും കൃത്യമായി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നിട്ടാണ് നമ്മൾ പറയേണ്ടത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാത്തിനാ ഖുറത്ത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമയുണ്ടാകണം, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമമാരാക്കണമെന്ന് പറയേണ്ടത് ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ്. അതൊന്നും നിർവഹിക്കാതെ നമ്മൾ അള്ളാഹുവിനോട് മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങളൊക്കെയും കൃത്യമായി നിർവഹിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, വേണ്ടപ്പെട്ടവർ, എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ, ഫലസ്തീനിൽ പ്രയാസങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب